ഇത് മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ എന്ത് നടപടിയെടുത്തുവെന്ന് നമുക്ക് പരിശോധിക്കണം. ഈ വാർത്ത വരുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് നിന്നാണ്. ആ മണർകാട് സ്വദേശിയായ കുട്ടി ഏതാനും ദിവസം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരിയുടെ അംശം സ്ഥിരീകരിച്ചത്. ഒരു 4 വയസ്സുകാരൻ ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കിട്ടി. ആ ചോക്ലേറ്റാണ് ലഹരിയുടെ അംശം ഉണ്ടായിരുന്നു എന്ന് പരിശോധനയിൽ വ്യക്തമായത്. ഇതിൽ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ടോബി, കേൾക്കാമെങ്കിൽ ടോബിക്ക് തുടരാം. ഇതിൽ നമുക്കറിയേണ്ടത് ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് ആ സ്കൂളിൽ എത്തിയത്, അതും 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് അത് എങ്ങനെ എത്തി, ആര് നൽകി, അത്തരം വിവരങ്ങൾ ഒരുപക്ഷെ സ്കൂളിനും പറയാൻ പറ്റുമായിരിക്കും. പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും എസ്പിക്കും അതുപോലെ തന്നെ മണർകാട് പോലീസിനും ഈ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്കൂൾ അധികൃതരിൽ നിന്നും അറിഞ്ഞ വിവരം അനുസരിച്ച്, അതായത് ഈ കുട്ടികൾക്ക് അബാക്കസിന്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ആ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ മുറിയിലേക്ക് കുട്ടികൾ ക്ലാസ്സിന് സമയമായപ്പോൾ അവിടേക്ക് പോയി ഇരുന്നു. ആ സമയത്താണ് ഈ കുട്ടിക്ക് മുട്ടായി ലഭിച്ചത്, ഈ ചോക്ലേറ്റ് ലഭിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് അവിടെ ഇരുന്നവർ ആരെങ്കിലും വെച്ചതാണോ എന്ന സംശയം മാതാപിതാക്കൾക്ക് അടക്കമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഇങ്ങനെ ഈ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിച്ചപ്പോൾ അതിന്റെ CCTV ഒക്കെ പരിശോധിച്ച് ഈ ചോക്ലേറ്റിന്റെ ഒരു കവർ കണ്ടെത്തിയിരുന്നു. അത് ആ ഒരു സംശയമാണ് കുട്ടിക്ക് ഈ ചോക്ലേറ്റിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ഈ ലഹരിയുടെ അംശം ശരീരത്തിൽ എത്തിയതെന്നൊരു വിവരം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. തീരെ അവശരായ നിലയിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലും അതിനുശേഷം കൊച്ചിയിലെ. ശരി ടോബി, എന്തായാലും ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ഈ ലഹരി ചോക്ലേറ്റുകൾ, അതിന്റെ നിർമ്മാണം, അതെങ്ങനെ നമ്മളുടെ സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കുട്ടികളിലൊക്കെ എത്തുന്നു എന്ന് രാവിലെ നമ്മൾ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കോട്ടയത്ത് നിന്ന് ഇത്തരം ഒരു വാർത്ത കൂടി വരുന്നത്. ആ കുട്ടി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. ആ വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് നിരീക്ഷണത്തിൽ തന്നെയാണ്. പോലീസിൻ്റെ കണ്ടെത്തൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ കളക്ടർക്കും പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പോലീസ് അതിൽ അന്വേഷിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.